നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുലപ്പാൽ വേണമെന്ന് പറഞ്ഞ ചേട്ടന്മാർക്ക് വീട്ടിൽ കയറി കൊടുക്കുന്നുണ്ട്. വേറെ 1-2 പേർ കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് മലയാളികൾ. അഡ്രസ്സ് കറക്റ്റ് കിട്ടിയാൽ വീട്ടിൽ കയറി ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി പറയുന്ന ഒരു വാചകമുണ്ട്: ഇതിനെയും നമ്മൾ അതിജീവിക്കും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? വ്യത്യസ്ത അഭിപ്രായങ്ങളും നിലപാടുകളും രാഷ്ട്രീയവും ഒക്കെയാണെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഒരുമിച്ച് നിന്ന് അതിനെ നേരിടും. പക്ഷേ അപ്പോഴും കുത്തിത്തിരിപ്പും വിഷവും ഉള്ളിൽ നിറച്ച് ഒരു കൂട്ടരുണ്ടാകും. അവരെ ഇതുപോലൊക്കെ അങ്ങ് കൈകാര്യം ചെയ്യും. കിട്ടിയില്ലേൽ ചോദിച്ചു മേടിക്കാൻ വരത്തില്ലേ ചിലർ? അവരെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഈ ദുരന്തങ്ങളെയും നമ്മൾ അതിജീവിക്കും. കുറച്ച് ചിത്രങ്ങളും കുറിപ്പുകളും ഒക്കെ കാണിക്കാം. ഇതാണ് സംഭവം. വയനാട്ടിലെ ക്യാമ്പിൽ പാല് കുടിക്കുന്ന ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ പറയണേ. ആ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ എൻ്റെ ഭാര്യ തയ്യാറാണെന്ന് ഒരു മനുഷ്യൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അതിന് താഴെ ചെന്ന് നാറിയ കമന്റ് ഇട്ടവന്മാരെ നാട്ടുകാരായ ചുണക്കുട്ടികളെല്ലാം കൂടി കയറി അങ്ങും മേഞ്ഞു. അതിൽ തല്ല് കിട്ടിയ ഒരുത്തനാണ് പിങ്ക് ഷർട്ടിട്ട് നിൽക്കുന്ന ജോർജ് സേട്ടൻ. നെഞ്ചിൽ ചവിട്ട് കിട്ടിയ പാടൊക്കെ ഉണ്ടല്ലോ. പാല് കുടിച്ച് സന്തോഷമായില്ലേ? ഇനി അല്പം വിശ്രമിച്ചോളൂ. ഇനി ചോദിച്ച ഓരോരുത്തർക്ക് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട് ഈ ചുണക്കുട്ടികൾ. ഒന്ന് ഓർത്തു നോക്കുക, എന്തവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന്. ജോർജ് ഇട്ട കമന്റ് എനിക്ക് വേണം എന്നായിരുന്നു. ഹോപ്പ്ലെസ് ഡ്രീമർ എന്ന പേജിൽ നിന്ന് ഒരുത്തനിട്ട കമന്റ് വലിയ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുമോ എന്നാണ്. സുകേഷ് പി മോഹൻ എന്നൊരു മാന്യനിട്ട കമന്റ് നല്ല കറവയുണ്ടെന്ന് തോന്നുന്നു. അവന്റെ പ്രൊഫൈലിൽ അയ്യപ്പന്റെ ചിത്രം. അടിപൊളി. ഒടുവിൽ ഇടി കിട്ടുമെന്നായപ്പോഴത്തേക്ക് മൂപ്പര് പരസ്യമായി മാപ്പ് പറഞ്ഞു. ബഹുമാനപ്പെട്ട എൻ്റെ ഫേസ്ബുക്ക് സുഹൃത്തുക്കളോട് കഴിഞ്ഞ ദിവസം FBയിൽ ഈ പോസ്റ്റിന് താഴെ ഞാൻ ഒരു കമന്റ് ഇട്ടിരുന്നു. അതാരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനോ വേദനിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ ആ കമന്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഞാൻ ചെയ്ത തെറ്റിന് നിർവ്യാജം ഖേദം രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ഇടി കിട്ടുമെന്ന് ബോധ്യമായപ്പോഴാണ് മൂപ്പർ ഉടനെ തന്നെ കമന്റൊക്കെ പിൻവലിച്ച് ഓടിയത്. പിന്നെ ഒരുത്തൻ, അതും തെക്കോട്ടെടുക്കാൻ പരുവത്തിലായ ഒരമ്മാവൻ, മോഹനൻ പിള്ള ഭാസ്കര കുറിപ്പ് എന്ന മഹാൻ ഇട്ടത് പറയാൻ തന്നെ നമുക്ക് കഴിയില്ല. അത്രയ്ക്ക് മോശമാണ്. പക്ഷേ ഞാൻ പറയും. കാരണം ഇയാളുടെയൊക്കെ മനസ്സിലെ വിഷം എത്രത്തോളം ഉണ്ടെന്ന് ഇയാളെ അറിയുന്ന നാട്ടുകാർക്കും വീട്ടുകാർക്കും ബോധ്യപ്പെടണം. എനിക്ക് കുറച്ച് വേണം, അത് കുപ്പിയിൽ തന്നാൽ പോരാ, നേരിട്ട് വലിച്ചു കുടിക്കണം, പറ്റുമോ എന്നാണ്. ഇയാൾക്ക് പെൺമക്കൾ ഉണ്ടോ ആവോ? അവർ ഈ മാന്യദേഹത്തോടൊപ്പമാണോ ജീവിക്കുന്നത് എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ വീട്ടിൽ നിന്ന് മാറി താമസിക്കുക. ഈ അമ്മാവൻ ഭാര്യയോടൊപ്പം അമ്പലനടയിൽ നിൽക്കുന്ന ചിത്രം ഉൾപ്പെടെ മലയാളി കുത്തിപ്പൊക്കിയിട്ടുണ്ട്. അമ്മാവന്റെ വീട്ടിലേക്ക് പാല് തരാൻ വരുന്നുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തിനാണോ ഈ ഐറ്റമൊക്കെ അമ്പലത്തിൽ പോകുന്നതെന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. ഈ കമന്റ് ഇട്ടവരെ ഒക്കെ ആടപടലം എടുത്തിട്ട് തേച്ചൊട്ടിക്കുന്നുണ്ട് മലയാളികൾ. കാരണം ക്ഷമ നശിച്ചു നിൽക്കുകയാണല്ലോ മലയാളികളുടെ. വലിയൊരു ദുരന്തം നേരിട്ട് അതിന്റെ ഭീതി വിട്ടുമാറിയിട്ടില്ല. ഒരു വശത്ത് രക്ഷാപ്രവർത്തനവും നടത്തുന്നുണ്ട് മലയാളികൾ. അതിനിടയിൽ കൂടി ഇമാതിരി നാറിയ പണി കാണിക്കുന്നവരെ തൂക്കിയെടുത്തിട്ട് പൊട്ടിക്കുന്നുമുണ്ട് മലയാളികൾ. അതെ, നമ്മൾ ഇതുമൊക്കെ അതിജീവിക്കും.